ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. അപ്പം നമ്മളെല്ലാവരും ഒന്ന് പുറത്തോട്ട് പോവാണ്. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചൊക്കെ വരാം എന്ന് കരുതി ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ദക്ഷുപ്പിയുടെയും പപ്പയുടെയും ഡാൻസ് കണ്ടിട്ട് റോക്കി അവിടെ കിടന്ന് കയർ പൊട്ടിക്കുകയായിരുന്നു. അവനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവനെയും കൂടെ ചേർത്ത് നമ്മൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലും അവർക്ക് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴി ഇവിടെ കയറി ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിർബന്ധമാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ്. ദക്ഷുവിന് കരിമ്പ് ജ്യൂസ് ഒട്ടുമേ ഇഷ്ടമല്ല. അവൻ കുടിക്കുന്നത് കരിക്കാണ്. പണ്ട് കരിക്ക് ഒട്ടും കുടിക്കത്തില്ലെങ്കിലും ഇപ്പം നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കരിമ്പൻ ജ്യൂസ് ഇവനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം കരിമ്പൻ ജ്യൂസ്. അത് നമ്മൾ ഒന്ന് വയറ് നിറയുമല്ലോ, അതുകൊണ്ട് കേട്ടോ ഞാൻ കരിമ്പൻ ജ്യൂസ് കൂടുതലും എടുക്കുന്നത്. തന്നെയല്ല, കരിക്കെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വാടിയ വെള്ളമായിരിക്കും, അങ്ങനെ ഫ്രഷായിട്ട് എനിക്ക് തോന്നാറില്ല. മധുരമൊന്നും കാണൂല. കരിമ്പൻ ജ്യൂസിന് പിന്നെ എപ്പോഴും മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അതങ്ങ് കുടിക്കും. വയറ് നിറയുകയും ചെയ്യും, നല്ല തണുപ്പായിരിക്കും. കുറേ നേരത്തേക്ക് നല്ല സമാധാനമായിരിക്കും ഈ വെയിലത്തിങ്ങനെ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് കരിമ്പൻ ജ്യൂസ് കുടിച്ചു. അപ്പോഴത്തേക്ക് തൃപ്തിയായി. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ കരുതി ഇന്ന് നമുക്ക് പോയി 2 ചെടിയൊക്കെ മേടിച്ചുകൊണ്ട് വരാം, വീട്ടിൽ 2 ചെടിയൊക്കെ നട്ട് വയ്ക്കാമെന്ന് കരുതിയിട്ട് നേരെ അവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയിട്ട് ഗ്രീൻ വാലി, യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രീൻ വാലിയിൽ കുറേ റോസിൻ്റെയൊക്കെ പ്ലാന്റ്സൊക്കെ ആവശ്യം പോലെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് റോസ് തീരെ കുറവായിരുന്നു. എല്ലാം ഈ ബൊഗെയിൻവില്ലയായിരുന്നു കേട്ടോ. ബൊഗെയിൻവില്ലയുടെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. മൊത്തം അതേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ളത്. ബൊഗെയിൻവില്ല മാത്രമേ ഉള്ളൂ. റോസ പിന്നെ കുറച്ച് വിരലിലെണ്ണാവുന്ന റോസുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. പിന്നെ ബൊഗെയിൻവില്ലയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ 2 വീലറിലാണല്ലോ പോയത്, അപ്പം പിന്നെ കൊണ്ടുപോകാൻ പാടായിരിക്കും. അങ്ങനെ നമ്മൾ റോസയാണ് മേടിച്ചത്. ഈ കുഞ്ഞ് വൈറ്റ് റോസും വൈറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ആ റോസായിരുന്നു മേടിച്ചിട്ടുള്ളത്. പിന്നെ 1, 2 ഇത്തിരി വലിയ റോസ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനുള്ളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരു പോണ്ടുണ്ട്, അതിനകത്ത് കുറേ മീൻ. അപ്പോൾ ദക്ഷു വിചാരിച്ച് നമ്മൾ മീൻ മേടിക്കാൻ വന്നതാണെന്നും കരുതിയിട്ട് അവൻ ആ പോണ്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത്. വലിയ വലിയ മീനായിരുന്നു. അപ്പോൾ പുള്ളി കുറേ നേരം അതും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന്. പിന്നെ നമ്മൾ ഈ അല്ലാത്ത വലിയ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുന്നത്, അതൊക്കെ കാണാൻ പോയി. അവിടെ ആണെങ്കിൽ ഒരു ഈ ഓറഞ്ച് ഭയങ്കര പുളി, വായി വയ്ക്കാൻ പറ്റത്തില്ല, ഭയങ്കര പുളിയായിരുന്നു. അത് ഞാൻ ഒരെണ്ണം എടുത്ത് ദക്ഷുമോന് പറഞ്ഞു വായിലോട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവൻ നിന്നടം മൊത്തത്തിൽ കിലുങ്ങിപ്പോയെന്ന് തോന്നുന്നു, അത്രയ്ക്ക് പുളിയായിരുന്നു. ആ പുളി ആയതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് എനിക്കൂടെ തന്നു കേട്ടോ. കാരണം എനിക്ക് ഇച്ചിരി പുളിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെ എൻ്റെ വായിൽ വെച്ച് തന്നു. കാരണം നല്ലതാണ്, അവനൊരു മനുഷ്യന് കൊടുക്കത്തില്ല. ഇച്ചിരി പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ അവന് എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോഴാണ് കുഞ്ഞിന് എല്ലാവരോടും സ്നേഹം തന്നെ വരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഓർക്കിഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓർക്കിഡ് പിന്നെ എല്ലാം ഒരേ കളറിലായിരുന്നു കേട്ടോ. ഒരു ലാവൻഡർ ഷെയ്ഡാന്ന് തോന്നും, എല്ലാം ആ കളറ് പൂ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നമ്മൾ ബില്ലൊക്കെ അടച്ചതിന് ശേഷം അടുത്ത് മീനുള്ള ഗപ്പി, ദക്ഷു വന്നത് തന്നെ ഗപ്പീനെ മേടിക്കാനാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഗപ്പിയുള്ള കടയുടെ നോക്കി ഇറങ്ങി. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഷോപ്പും അവധിയായിരുന്നു. അങ്ങനെ 2 കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരിടത്ത് ഗപ്പി ഇല്ലായിരുന്നു, എന്തോ അവിടെ ഗപ്പി ഒഴിച്ച് ബാക്കി ഗോൾഡ് ഫിഷും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഗപ്പി ഇല്ലായിരുന്നു. പിന്നെ വേറൊരു കടയിൽ കയറിയപ്പം ഗപ്പീനെ കണ്ട്. അവിടെ അധികം വെറൈറ്റി ഒന്നുമില്ല, അതുകൊണ്ട് 2 വെറൈറ്റി ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതായിരുന്നു. അങ്ങനെ അവിടുന്ന് 2 ഗപ്പിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ. വിശന്ന് കത്തിപ്പോയായിരുന്നു. അങ്ങനെ ഞാനും ദക്ഷുവും കൂടെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്, അനുക്കുട്ടൻ മീൽസ് ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ ചിക്കൻ ബിരിയാണി വന്നു കഴിഞ്ഞപ്പോൾ ലെഗില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ലെഗ് ഇടണമെന്ന്, പക്ഷേ അയാൾ ലെഗ് ഇട്ടില്ല. കാരണം കഴിയാറായി, 2:30 ആ സമയത്താണ് നമ്മൾ കഴിക്കാൻ ചെന്നത്. അപ്പോൾ അടുത്ത ബിരിയാണിയൊക്കെ ഏറെക്കുറെ എല്ലാം തീർന്നു. ചിക്കൻ മാത്രമേ ഉള്ളായിരുന്നു, ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളായിരുന്നു. അതും തീരാറായി, ലാസ്റ്റിങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ചിക്കൻ മൊത്തം ദക്ഷുവായിട്ട് കഴിച്ചേ. എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം, അത് കിട്ടിയില്ലല്ലോ. അത് കിട്ടിയാലും ദക്ഷുവാണ് എൻ്റെ കൂടെ വന്ന് നിന്നാൽ കഴിക്കുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷുമോനുണ്ടല്ലോ, തനിയെ വാരി കഴിച്ചോളൂ, നമ്മൾ വാരി കൊടുക്കുകയേ വേണ്ട. അവന് സ്വന്തമായിട്ട് കഴിക്കണം. കഴിക്കുന്നത് വൃത്തിയായിട്ട് കഴിക്കും കേട്ടോ. നമ്മൾ ഈ ചിക്കൻ്റെ ആണെങ്കിൽ എല്ല് പോലും മാറ്റി കൊടുക്കണ്ട, അവൻ തന്നെത്താനെ എല്ലൊക്കെ മാറ്റി വൃത്തിക്ക് കഴിക്കും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്നവർ, അത് ദക്ഷുവിനെക്കാട്ടി മുതിർന്ന കുട്ടിയാണ്, അതാണെങ്കിൽ തന്നെ വാരി കഴിക്കത്തേയില്ല, അതിന് വാരി തന്നെ കൊടുക്കണം. അപ്പം കൂടെ വരുന്ന അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ പറ്റൂല, ആ കൊച്ചിട്ട് കഴിക്കുമോ അതുമില്ല, അതിങ്ങനെ വാരി കൊടുക്കാനും വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ദക്ഷു ആ കാര്യത്തിൽ ഭയങ്കര ഡീസൻ്റാണ്, തന്നെത്താനെ വാരി കഴിച്ചോളൂ, എല്ലാം വൃത്തിക്ക് കഴിച്ചോളൂ, കൊടുക്കുന്ന ഫുഡ് അത്രയും കഴിക്കും. പക്ഷേ വീട്ടിൽ തന്നെത്താനെ കഴിക്കില്ല, വീട്ടിൽ നമ്മൾ വാരി കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ. പിന്നെ അവൻ്റെ മൂഡ് ശരിയാണെങ്കിൽ മാത്രം അവൻ തനിയെ വാരി കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് വാരി കൊടുക്കുക.
പിന്നെ കല്യാണത്തിനൊക്കെ പോയാൽ ഇവൻ സ്വന്തമായിട്ട് വാരി കഴിക്കുന്നതാണ് ഇഷ്ടം. ഒരിലയിട്ടിട്ട് സ്വന്തമായിട്ട് കഴിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ടീമാണ് അയാൾ. പിന്നെ നമ്മൾ 2 ഡ്രിങ്ക്സ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഷെയ്ക്കും ഒരു മൊയ്റ്റോയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ദശപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കളറും അതിനകത്ത് ആ ഓറഞ്ചും നാരങ്ങയുടെയൊക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ അവനങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അതും കലക്കി കലക്കി കുടിച്ച്, എന്നിട്ട് ഐസ്, അതിൽ വന്ന ഐസെല്ലാം കടിച്ച് പൊട്ടിച്ച് തിന്നു. അങ്ങനെയൊക്കെയായിരുന്നു അയാളുടെ പരിപാടികൾ. എന്തായാലും ഇവൻ അധികം വാശിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെയും കൊണ്ട് എവിടെ പോകാനും ഓക്കെയാണ് കേട്ടോ. പുള്ളി നമ്മളോട്ട് സഹകരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.